മുന്നണി മാറ്റ ചർച്ചകളിലേക്ക് കടക്കുന്ന BDJSന്റെ മനസ്സ് നീങ്ങുന്നത് ഇടതുപക്ഷത്തേക്ക്. പാലക്കാട്ടെ മദ്യനിർമ്മാണശാല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് പിന്തുണയുമായി NDA ഘടകകക്ഷിയായ BDJS രംഗത്ത് വരികയാണ്. CPMനെ ഈ വിഷയത്തിൽ CPI പോലും അംഗീകരിക്കുന്നില്ല. ഇതിനിടയിലാണ് പിന്തുണയുമായി BDJS എത്തുന്നത്. കോൺഗ്രസും BJPയും എല്ലാം ബ്രൂവറിയിൽ സമരത്തിലാണ്. ഇതിനിടയിലാണ് BDJSന്റെ നിലപാട് വിശദീകരണം. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയ്ക്കും സാമ്പത്തിക പിന്നോക്കാവസ്ഥയ്ക്കും വികസന മുരടിപ്പിനും പരിഹാരമാണ് പദ്ധതിയെന്ന് BDJS ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗം അഭിപ്രായപ്പെട്ടു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് വ്യക്തമായ മുൻതൂക്കമുള്ള കമ്മിറ്റിയാണ് ആലപ്പുഴയിലേത്. BDJS ഇടതുപക്ഷത്ത് എത്തണമെന്നതാണ് വെള്ളാപ്പള്ളിയുടെ ആഗ്രഹമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ കോട്ടയത്തെ പാർട്ടി സമ്മേളനം മുന്നണി മാറ്റം അനിവാര്യമാണെന്ന പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബ്രൂവറിയിൽ CPMന് CPI പിന്തുണ നൽകുന്നത്. പാലക്കാട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ചേർത്തലയിലേക്ക് മാറ്റണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിച്ചിരുന്ന ചേർത്തലയിലെ മാക്സ്വെൽ കമ്പനിയുടെ സ്ഥലവും സൗകര്യവും അതിനായി പ്രയോജനപ്പെടുത്തണം. മദ്യോൽപാദനത്തിന് ആവശ്യമായ സ്പിരിറ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കി ഗുണനിലവാരം ഉറപ്പാക്കുക, തൊഴിലവസരം വർദ്ധിപ്പിക്കുക തുടങ്ങിയ സർക്കാർ നിലപാട് സ്വാഗതാർഹമാണ്. പഞ്ചാബിലും ഹരിയാനയിലും മധ്യപ്രദേശിലും വൻകിട മദ്യനിർമ്മാണശാലകൾ നടത്തുന്ന കമ്പനിയാണ് കേരളത്തിലേക്ക് വരുന്നത്. സംസ്ഥാനത്തിന് പ്രതിവർഷം 9.5 കോടി ലിറ്റർ സ്പിരിറ്റ് ആവശ്യമുണ്ട്. അതിന്റെ 50% മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. 1 ലിറ്റർ സ്പിരിറ്റ് ഉണ്ടാക്കാൻ 2.5 ലിറ്റർ മുതൽ 9.5 ലിറ്റർ വരെ വെള്ളം വേണം. മദ്യനിർമ്മാണ കമ്പനിക്ക് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ പ്രതിവർഷം 20 കോടി ലിറ്റർ വെള്ളമെങ്കിലും വേണ്ടിവരും. അതിന് ജലലഭ്യത കുറഞ്ഞ പാലക്കാടിനേക്കാൾ ചേർത്തലയാണ് യോജിച്ചത്. നുറുങ്ങരി പുളിപ്പിച്ച് മദ്യമുണ്ടാക്കുമ്പോൾ കുട്ടനാട്ടിലെ കർഷകർക്ക് നെല്ലിന് കൂടുതൽ വില കിട്ടുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. ഈ യോഗത്തിൽ BDJS ജനറൽ സെക്രട്ടറി തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്തിരുന്നില്ല. CPM ദേശീയ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടിന്റെ നാടാണ് എലപ്പുള്ളി. ഇവിടെ മദ്യനിർമ്മാണശാല വരുമ്പോൾ കുടിവെള്ള പ്രശ്നമടക്കം ചർച്ചയിലുണ്ട്. ഇടതിലെ രണ്ടാമനായ CPI അതിനെ അനുകൂലിക്കുന്നില്ല. മറ്റൊരു കക്ഷിയായ RJDയും ബ്രൂവറിയെ എതിർക്കുന്നു. മറ്റു ഘടകകക്ഷികൾ ആരും നിലപാടും പറയുന്നില്ല. ഇതിനിടയിലാണ് ബ്രൂവറിക്ക് പിന്തുണയുമായി BDJS വരുന്നത്. ഇതിന് പിന്നിൽ BDJSന്റെ മുന്നണി മാറ്റ നീക്കങ്ങൾ കൂടിയാണെന്ന രാഷ്ട്രീയ വിലയിരുത്തൽ സജീവമാണ്. വികസനത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ വേണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനൊപ്പം BDJS നിലയുറപ്പിക്കുന്നുവെന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇനിയുള്ള BDJS നീക്കം നിർണായകം. SNDPയുടെ പിന്തുണയുള്ളതിനാൽ തങ്ങൾ നിൽക്കുന്നിടത്ത് ഈഴവ വോട്ടുകൾ ഉറയ്ക്കുമെന്ന സന്ദേശമാണ് CPMന് BDJS നൽകുന്നത്. BJPയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ BDJSനെ ഇടതുമുന്നണിയിലെടുക്കാൻ CPMൽ തത്വത്തിൽ ധാരണയുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഇടതുപക്ഷത്തേക്ക് അടുക്കാനാണ് BDJS നീക്കമെന്നാണ് വിലയിരുത്തൽ.